ഡൽഹിയിൽ ബി.ജെ.പി. എം.എൽ.എമാരുടെ യോഗം ഉടൻ ചേരും. പന്ത്മാർഗിലെ സംസ്ഥാന കാര്യാലയത്തിലാണ് യോഗം ചേരുക. ബി.ജെ.പി. സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് യോഗത്തിൽ പങ്കെടുക്കും. നമുക്കറിയാം, ഡൽഹിയിലെ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതുണ്ട്. ദേശീയ നേതൃത്വം തീരുമാനിച്ച് അറിയിക്കും. എം.എൽ.എമാരുടെ യോഗം നടക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെയും പോകും എന്ന് വ്യക്തമാണ്. ഇപ്പോൾ പന്ത്മാർഗിൽ ആണ് ഈ യോഗം ചേരുന്നത്. ഡൽഹിയിലെ ബി.ജെ.പി. എം.എൽ.എമാരുടെ യോഗം സംസ്ഥാന കാര്യാലയത്തിൽ, പന്ത്മാർഗിലെ സംസ്ഥാന കാര്യാലയത്തിലാണ് യോഗം ചേരുന്നത്. ബി.ജെ.പി. സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് പങ്കെടുക്കുന്നുണ്ട് യോഗത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒപ്പം ദൃശ്യങ്ങളിലേക്കും പോകാം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്ന ഒരു സമയമാണ്. ദേശീയ നേതൃത്വമാണ് മുഖ്യമന്ത്രിയെ നിർദ്ദേശിക്കുക. വിജയിച്ച ബി.ജെ.പി. എം.എൽ.എമാരുടെ യോഗമാണ് ചേരുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഇന്നിപ്പോൾ എം.എൽ.എമാർ യോഗം ചേരുന്നു, വിശദാംശങ്ങൾ എന്താണ്? വീണ, ബി.ജെ.പിയുടെ ഡൽഹി കേന്ദ്ര കാര്യാലയമായിട്ടുള്ള പന്ത്മാർഗിലെ ആസ്ഥാനത്താണ് ഈ നിർണായകമായ യോഗം ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എം.എൽ.എമാർ വരുമ്പോൾ ഈ വഴിയിലൂടെ കടന്ന് അകത്തെ ഓഫീസിലേക്ക് പോകുന്നു. ഓരോ പുതിയ നിയുക്ത എം.എൽ.എമാർ വരുമ്പോഴും അവരെ സ്വീകരിക്കുന്നതിനായി ഭാരതത്തിൻ്റെ തനത് രീതിയിലുള്ള കലാകാരന്മാരും മറ്റും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഒപ്പം ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഇന്നലത്തെ ചരിത്ര വിജയം. നമുക്കറിയാം, 27 വർഷങ്ങൾക്ക് ശേഷമുള്ള ഐതിഹാസികമായ വിജയമാണ് ബി.ജെ.പിയുടേത്. ആ വിജയത്തിന് ശേഷം ഡൽഹിയിൽ നടക്കുന്ന ആദ്യത്തെ യോഗം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി.ജെ.പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഈ എം.എൽ.എമാരുടെ പ്രതികരണത്തിലേക്ക് പോകും. कि अरविंद केजरीवाल नई दिल्ली से चुनाव हार जाएंगे। जिस दिन अरविंद केजरीवाल ने जब देश में कोरोना की महामारी आई और जो उनका सरकारी घर था, उस सरकारी घर को तोड़कर जब शीश महल बनाने का काम शुरू हुआ, उस समय में लीडर अपोजिशन दिल्ली विधानसभा में था। सभी विधायकों ने अरविंद केजरीवाल के घर के बाहर धरना लगाया, प्रदर्शन किया। उस समय केवल 10 करोड़ रुपए की पहली किस्त जारी की गई थी। तो कोरोना महामारी देश में आई, दिल्ली के लोग बेचारे परेशान थे और उस समय सुप्रीम कोर्ट को ये कहना पड़ा कि दिल्ली सरकार की हॉस्पिटल्स की हालत बूचड़ खाने से ज़्यादा ख़राब है। और जब वो दिल्ली विधानसभा में नई വീണ, ഇപ്പോൾ ഇത്തരത്തിൽ ഓരോ ബി.ജെ.പിയുടെ വിജയിച്ച എം.എൽ.എമാരും ഈ ഓഫീസിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഈ ശീഷ് മഹളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കടന്നുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണങ്ങളിലൊന്ന് അരവിന്ദ് കെജ്രിവാൾ 40 കോടി രൂപ മുടക്കി, പ്രത്യേകിച്ച് കോവിഡ് പോലെ ഒരു വലിയ മഹാമാരി നമ്മുടെ രാജ്യത്തെ വേട്ടയാടുന്ന ഘട്ടത്തിൽ ഔദ്യോഗിക വസതി 40 കോടി രൂപ മുടക്കി പുനർനിർമ്മിച്ചു, അല്ലെങ്കിൽ കൂടുതൽ സുഖസൗകര്യങ്ങൾ വരുന്ന രീതിയിൽ നവീകരിച്ചു എന്നതൊരു വലിയ ആരോപണമായിരുന്നു. പിന്നീട് ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള ധാരാളം വീഡിയോകൾ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് വരികയും ബി.ജെ.പി. അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ വിരൽ ചൂണ്ടിയത് അരവിന്ദ് കെജ്രിവാളിന്റെ ഇത്തരത്തിൽ ധാർഷ്ട്യവും അഹങ്കാരവും ഒപ്പം ധൂർത്തിനുമൊക്കെ എതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏതായാലും നിലവിൽ ബി.ജെ.പിയുടെ ഈ വിജയിച്ചു വന്നിട്ടുള്ള എം.എൽ.എമാരെ കൂടാതെ ദേശീയ തലത്തിൽ നിന്നും ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുന്നത് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷാണ്. അദ്ദേഹമാണ് ദേശീയ തലത്തിൽ ബി.ജെ.പിയെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത്. കൂടാതെ പർവേഷ് വർമ്മയെ പോലെയുള്ള നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ വിജയം നേടിയത്, അതായത് അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു വിജയം ന്യൂഡൽഹി മണ്ഡലത്തിൽ കരസ്ഥമാക്കിയത് പർവേഷ് വർമ്മയാണ്. അല്പസമയം മുമ്പ് പർവേഷ് വർമ്മയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ എം.എൽ.എമാർ ഇപ്പോൾ ഈ ഗേറ്റ് കടന്ന് പ്രധാനപ്പെട്ട കവാടത്തിലൂടെ ഉള്ളിലെ വലിയ ഹാളിലേക്ക് പോവുകയാണ്. ബി.എൽ. സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ ഈ ഹാളിനകത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ യോഗം ഇവിടെ ആരംഭിക്കും. വീണ, ഗൗതം, ദേശീയ നേതൃത്വമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന കാര്യം നേരത്തെ വ്യക്തമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇന്ന് നടക്കുന്ന ബി.ജെ.പി. എം.എൽ.എമാരുടെ യോഗത്തിന് വളരെ
ഉണ്ട്. ദേശീയ നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുള്ള ആളുകളുമൊക്കെ എത്തിച്ചേരുന്നുണ്ട്, നേതാക്കന്മാരുമൊക്കെ എത്തിച്ചേരുന്നുണ്ട് എന്നിരിക്കെ ഈ ചർച്ചകൾ സജീവമായി. പക്ഷേ ഈ പേരുകൾ അല്ലെങ്കിൽ പരിഗണനയിലുള്ള പേരുകളെ കൂടെ അല്ലെങ്കിൽ നിശ്ചയിച്ച ഒരു പേരൊക്കെയും ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് എപ്പോഴായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ കൂടി വളരെ സജീവമായി പുറത്ത് ചർച്ചയിലുണ്ട്. വീണ, സാധാരണയായി BJP അവരുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് നിയമസഭാ കക്ഷി യോഗത്തിലാണ്. അതായത് വിജയിച്ചു വന്നിട്ടുള്ള MLA-മാർ സ്വാഭാവികമായും യോഗം ചേരും. ആ യോഗത്തിന് കേന്ദ്ര നിരീക്ഷകരെ ഉണ്ടാകും. ആ കേന്ദ്ര നിരീക്ഷകരെ BJP പ്രഖ്യാപിക്കും. 1 or 2 ചില സംസ്ഥാനങ്ങളിൽ 3 കേന്ദ്ര നിരീക്ഷകരുണ്ടാകും. അവരുടെ നേതൃത്വത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ആ നിയമസഭാ കക്ഷി യോഗത്തിലാണ് സാധാരണയായി BJP-യുടെ കീഴ്വഴക്കം അനുസരിച്ച് ഒരു കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. ആ കക്ഷി നേതാവ് പിന്നീട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇതാണ് BJP-യുടെ രീതി. പക്ഷേ ഇന്നിപ്പോൾ നടക്കുന്നത് നിയമസഭാ കക്ഷി യോഗമായി നമുക്ക് കണക്കുകൂട്ടാനാകില്ല. അങ്ങനെ ഒരു അറിവും നിലവിൽ BJP നേതൃത്വം നൽകിയിട്ടില്ല. കാരണം കേന്ദ്ര നിരീക്ഷകരില്ല. BL സന്തോഷ് പങ്കെടുക്കുന്നത് അദ്ദേഹം ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ്, അല്ലാതെ ഒരു നിരീക്ഷകൻ എന്ന നിലയിലല്ല അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനാൽ ഇന്നത്തേത് കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുവാനുള്ള നിയമസഭാ കക്ഷി യോഗമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്ര വലിയ ഒരു വിജയം, പ്രത്യേകിച്ച് 27 വർഷങ്ങൾക്ക് ശേഷം ഇത്ര ഐതിഹാസികമായ ഒരു വിജയം നേടിയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ആ മുഴുവൻ MLA-മാരെയും ഇവിടേക്ക് വിളിക്കുന്നു, അതിൻ്റെ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് തീർച്ചയായും ഈ യോഗത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് ഇതിൽ തെരഞ്ഞെടുക്കും എന്ന് നമുക്കൊരിക്കലും കരുതാൻ കഴിയില്ല. കാരണം നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കക്ഷി യോഗമല്ല ഇപ്പോൾ ചേരുന്നത്, മറിച്ച് MLA-മാരുടെ യോഗം എന്ന നിലയിൽ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. സ്വാഭാവികമായും ഈ യോഗത്തിൽ പക്ഷേ ആരാകണം അല്ലെങ്കിൽ ആരെയൊക്കെ ആ പദവിയിലേക്ക് പരിഗണിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തീർച്ചയായും ഇന്നിപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരവധി പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂഡൽഹി മണ്ഡലത്തിലൊക്കെ വിജയിച്ച പർവേഷ് വർമ്മയെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഈ മറ്റ് വിജയേന്ദർ ഗുപ്ത കഴിഞ്ഞ 2 ടേമിലായി ഈ രോഹിണി മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയും പിന്നീട് ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുകയും ചെയ്ത വിജയേന്ദർ ഗുപ്ത, അതോടൊപ്പം രേഖ ഗുപ്തയെ പോലെയുള്ള വനിതാ മുഖങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പേരുകൾ, 48 സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയതിൽ സ്വാഭാവികമായും നിരവധി പേരുകൾ BJP-ക്ക് ഇവിടെ ഉയർത്തി കാണിക്കാൻ സാധിക്കും. 48 എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല. അതിനാൽ സ്വാഭാവികമായും ഈ പേരുകളിൽ നിന്നും ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരാളെ തെരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ് BJP ചെയ്യുക. എന്തായാലും ദേശീയ നേതൃത്വമാണ് ഇതിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ടത്. BJP ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം തന്നെയാകും സ്വാഭാവികമായും നിയമസഭാ കക്ഷി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക. വീണ, അതേസമയം ഗൗതം, ഇത് ഐതിഹാസികമായൊരു വിജയമാണ്. അത് ആഘോഷിക്കുകയാണ് BJP എന്നുകൂടി പറയാം ഇന്ന് ഈ യോഗത്തിൽ. കാരണം നമുക്ക് കാണാം അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നൊരു ഉത്സവ അന്തരീക്ഷമാണ്. വീണ, തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ ആഘോഷം നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ കാണുന്നത് BJP-യുടെ ഡൽഹി കാര്യാലയമാണ്. അതായത് BJP സംസ്ഥാന ഘടകത്തിന്റെ കാര്യാലയം പന്തുമാർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഇപ്പോൾ ഈ വാദ്യമേളങ്ങൾ കൊട്ടുന്നത്. ഈ വിജയിച്ചു വരുന്ന നിയുക്ത MLA-മാരെ ഓരോരുത്തരെയായി ഈ വാദ്യങ്ങൾ കൊട്ടിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം നൃത്തം ചെയ്യുന്ന ആളുകൾ. ഇത്തരത്തിൽ വലിയ ആഘോഷമാണ്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു ആഘോഷമല്ല. കാരണം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം BJP ഐതിഹാസികമായ ഒരു വിജയം നേടുകയാണ്. 27 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ചെറുതല്ല. മാത്രമല്ല രാഷ്ട്രീയത്തിൽ കാത്തിരിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും വേണം എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണം ഭാരതത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുന്ന ഒന്നാണ് ഈ BJP-യുടെ ഈ ഡൽഹിയിലെ വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 27 വർഷവും ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ആയിരുന്നു 15 വർഷക്കാലം. അതിനുശേഷം പിന്നീട് ഏതാണ്ട് 11 വർഷക്കാലം ആം ആദ്മിയുടെ ഭരണമായിരുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും 27 വർഷത്തെ ഭരണത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ തുടർച്ചയായി
സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് 27 വർഷക്കാലത്തെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് തീർച്ചയായും ഇന്നലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ രാഷ്ട്രീയത്തിൽ കാത്തിരിക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഏതെങ്കിലുമൊക്കെ പരാജയത്തിന്റെ പേരിൽ പ്രവർത്തനം അവസാനിപ്പിക്കാതിരിക്കുക, അതൊക്കെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അതിനാലാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പൊതുവെ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ പഠന വിഷയമാക്കി തന്നെ എടുക്കാറുള്ളത്. അതിന്റെ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണമാണ് ഡൽഹിയിലെ BJPയുടെ ഈ തിരിച്ചുവരവ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഡൽഹിയിൽ BJPയുടെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം വളരെ കൗതുകത്തോടു കൂടി നോക്കുന്നത്. കാരണം 1993 മുതൽ 98 വരെയാണ് മുൻപ് ഡൽഹിയിൽ BJP അധികാരത്തിലിരുന്നത്. ആ ഘട്ടത്തിൽ 3 മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ BJPക്ക് ഉണ്ടായിരുന്നു. 93 മുതൽ 96 വരെ മദൻലാൽ ഖുറാനയായിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം 96 മുതൽ 98 വരെ സാഹിബ് സിംഗ് വർമ്മയും 98-ൽ ഏതാണ്ട് 58 ദിവസം സുഷമ സ്വരാജും ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് BJPക്ക് ഇതിന് മുൻപ് 3 മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായത്. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 27 വർഷക്കാലം BJP പ്രതിപക്ഷത്ത് തുടർച്ചയായി ഇരിക്കുകയായിരുന്നു. അതിനാൽ സുഷമ സ്വരാജിന് ശേഷം 1998-ൽ സുഷമ സ്വരാജിന് ശേഷം ഇനിയും ആരാകും രാജ്യ തലസ്ഥാനത്ത് BJPയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നത് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. അതിനാൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് BJP ആരെയാണ് ആ കസേരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചു, പർവേഷ് വർമ്മയും അതുപോലെ തന്നെ രേഖ ഗുപ്തയും വിജേന്ദർ ഗുപ്തയും ഒക്കെ അടങ്ങുന്ന ഒരുപാട് നേതാക്കൾ ഈ 48 പേരിലുണ്ട്. മുഖ്യമന്ത്രി പദം വളരെ സൂക്ഷ്മമായും കൃത്യമായും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ജനകീയ നേതാക്കളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ് നമുക്ക് ഈ ഓഫീസിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിനാൽ അതിൽ നിന്നും ഒരാളെ കൃത്യമായി തന്നെ BJP ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുക്കും. ആ പേരാകും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല. സാധാരണയായുള്ള BJPയുടെ കീഴ്വഴക്കം കേന്ദ്ര നിരീക്ഷകരെ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ആ നിയമസഭാ കക്ഷി യോഗത്തിനകത്ത് ഒരു പേര് അവതരിപ്പിക്കുകയും അതിനെ പിന്നീട് MLA-മാർ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് പൊതുവെ BJP കൈക്കൊള്ളുന്നത്. ഒരുപക്ഷെ ഡൽഹിയിലും അങ്ങനെ തന്നെയാകാം. എന്നാൽ അതിന് മുന്നോടിയായി ഇത്ര വലിയൊരു വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു യോഗം വിജയിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഡൽഹി ഘടകം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ യോഗത്തിലാണ് ഇപ്പോൾ BL സന്തോഷ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നത്. ശരി, ഗൗതം വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പം അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളുമാണ്. ഡൽഹിയിൽ BJP MLA-മാരുടെ യോഗം ഉടൻ ചേരും. MLA-മാർ പന്ത്മാർഗിലെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.